+1 ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ തെർമോഡൈനാമിക് പ്രോസസ്സുകളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് അതിൻ്റെ തുടർച്ചയായി കുറച്ചുകൂടി തെർമോഡൈനാമിക് പ്രോസസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് വാരിയബിൾസിന് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻസ് അനുസരിച്ച് പല രീതിയിലുള്ള തെർമോഡൈനാമിക് പ്രോസസ്സുകൾ നടത്താൻ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിൽ ടെമ്പറേച്ചറാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്നതെങ്കിൽ അത്തരം പ്രോസസ്സുകളെ ഐസോതെർമൽ പ്രോസസ്സ് എന്നും, വോളിയമാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് തുടരുന്നതെങ്കിൽ അത്തരം പ്രോസസ്സുകളെ ഐസോകോറിക് പ്രോസസ്സ് എന്നും നമ്മൾ വിളിച്ചു. അടുത്തതായി ഐസോബാറിക് പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിൽ ഉടനീളം പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് തുടരുകയാണെങ്കിൽ അത്തരം പ്രോസസ്സുകളെയാണ് ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. Consider mu moles of ideal gas as our thermodynamic system. അതിലെ സ്റ്റേറ്റ് വാരിയബിൾസ് പ്രഷർ P, വോളിയം V1, ടെമ്പറേച്ചർ T1. After the isobaric process, the system reaches to the next state. Here pressure P, വോളിയം V2 and temperature T2. അപ്പോൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തിക്കൊണ്ട് വോളിയം ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സ്. ഇതെങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി സാധ്യമാക്കാം എന്നൊന്ന് ആലോചിച്ച് നോക്കാം. തുറന്നിരിക്കുന്ന ഒരു പാത്രത്തിലെ വെള്ളമെടുത്ത് നമ്മളതിനെ ചൂടാക്കുന്നു. അല്പസമയം കഴിയുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കൂടും അല്ലേ. ഇനി അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എത്തിക്കഴിയുമ്പോൾ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. വെള്ളത്തിന് മുകളിൽ സ്റ്റീം ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ ടോട്ടൽ സിസ്റ്റത്തിൻ്റെ വോളിയം അവിടെ ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ വോളിയം ചേഞ്ച് ചെയ്തു, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തു. തുറന്നിരിക്കുന്ന പാത്രമായതുകൊണ്ട് പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെയായിരിക്കും. അടുത്തതായിട്ട് ഈ ഐസോബാറിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം. അവർ തെർമോഡൈനാമിക് സിസ്റ്റം ഈസ് ഐഡിയൽ ഗ്യാസ്. So equation for ideal gas is PV equal to mu RT or V equal to mu R divided by P into T. Mu R constants ആണ്. For isobaric process P is also a constant. So V can be written as V equal to K into T or V proportional to T. At constant pressure, volume is directly proportional to temperature. ഇതെന്താണ്? ഇത് ചാൾസ് ലോ ആണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. ഇനി ഐസോബാറിക് പ്രോസസ്സിൻ്റെ പി വി ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ഇൻഡിക്കേറ്റർ ഡയഗ്രാം. പ്രഷർ വൈ ആക്സിസിലും വോളിയം എക്സ് ആക്സിസിലും എടുത്തിരിക്കുന്നു. പ്രഷർ ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ദിസ് ഗ്രാഫ് ഷുഡ് ബി എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഈസ് പാരലൽ ടു ദി വോളിയം ആക്സിസ്. ഇനി ഐസോബാറിക് പ്രോസസ്സിലെ വർക്ക് ഡൺ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇതുവരെ നമ്മൾ കണ്ട പ്രോസസ്സുകളിൽ ഫോർ എ സ്മോൾ വോളിയം ചേഞ്ച് ഡി വി വർക്ക് ഡൺ ഡി ഡബ്ല്യു ഈക്വൽ ടു പി ഡി വി എന്നാണ് നമ്മൾ എഴുതിയിരുന്നത്. സ്മോൾ വോളിയം ചേഞ്ച് നമ്മൾ എടുക്കുന്നതിനുള്ള കാരണം എന്തായിരിക്കും? ആ വോളിയത്തിനോടൊപ്പം പ്രഷറും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രഷർ ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ചെറിയ വോളിയമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ചെറിയ വോളിയം ചേഞ്ചിന് വേണ്ട വർക്ക് ഡൺ കാണുന്നു. അങ്ങനെ അടുത്ത ഒരു ഘട്ടത്തിൽ അടുത്ത പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ അടുത്ത വോളിയം ചേഞ്ച് ഡി വി വോളിയം ചേഞ്ചിന് വേണ്ട വർക്ക് ഡൺ കാണുന്നു. ഇതിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സം ചെയ്യുന്നു. ഇൻ്റഗ്രേഷൻ മെത്തേഡിലാണ് നമ്മൾ ഈ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിച്ചത്. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. കാരണം ത്രൂ ഔട്ട് ദ പ്രോസസ് പ്രഷർ റിമെയിൻസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ പി ഇൻറ്റു ഡി വി എന്ന് പറയുമ്പോൾ ഡി വി റെപ്രസെൻറ്റ്സ് ടോട്ടൽ ചേഞ്ച് ഓഫ് വോളിയമാണ്. പ്രഷർ ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ടോട്ടൽ ചേഞ്ച് ഓഫ് വോളിയം എന്ന് പറയുന്നത് ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ എന്ത് എഴുതാൻ പറ്റും? വർക്ക് ഡൺ ഈക്വൽ ടു പി ഇൻറ്റു ടോട്ടൽ ചേഞ്ച് ഇൻ വോളിയം, ദറ്റ് ഈസ് V2 മൈനസ് V1. ഇനി ഇതേ എക്സ്പ്രഷൻ തന്നെ ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നോക്കാം. ഐസോബാറിക് പ്രോസസ്സാണ്. സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേറ്റിൽ അതിലെ സ്റ്റേറ്റ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പി V1 ഈക്വൽ ടു mu R T1. ഇനി ഫൈനൽ സ്റ്റേറ്റിൽ പി V2 ഈക്വൽ ടു mu R ഇൻറ്റു T2 ആണ്. അപ്പോൾ പി V2ന് പകരം mu R T2 എന്നും പി V1ന് പകരം mu R T1 എന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറാണ്? വർക്ക് ഡൺ W ഈക്വൽ ടു mu R T2 മൈനസ് mu R T1 ഓർ W ഈക്വൽ ടു mu R ഇൻറ്റു T2 മൈനസ് T1. അടുത്തതായിട്ട് ഐസോബാറിക് പ്രോസസ്സിൽ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്തായിരിക്കുമെന്നാണ്. ഐസോബാറിക് പ്രോസസ്സിൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചറും ഇൻറ്റേർണൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. ഡെൽറ്റ യു ഈക്വൽ ടു സി വി ഇൻറ്റു ഡെൽറ്റ ടി. ആസ് ഡെൽറ്റ ടി ഇസ് നോട്ട് ഈക്വൽ ടു 0, ഡെൽറ്റ യു ഓൾസോ നോട്ട് ഈക്വൽ ടു 0. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇൻറ്റേർണൽ എനർജിയും ഇൻക്രീസ് ചെയ്യുന്നു.
ഇതുപോലെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുകയാണെങ്കിലോ ഇൻറ്റേർണൽ എനർജി ഡിക്രീസ് ചെയ്യും. ഈ വാട്ട് അബൌട്ട് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ ഐസോബാറിക് പ്രോസസ്? ഫസ്റ്റ് ലോ നമുക്കറിയാം, സ്റ്റേറ്റ്മെൻറ്റ് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. ഇവിടെ ഡെൽറ്റ ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി നമ്മളൊരു സിസ്റ്റത്തിന് കൊടുത്ത് സിസ്റ്റം ഒരു ഐസോബാറിക് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ യു ഇസ് നോട്ട് ഈക്വൽ ടു 0, അതുപോലെ ഡെൽറ്റ ഡബ്ല്യു ഓൾസോ നോട്ട് ഈക്വൽ ടു 0. അതായത് ഫസ്റ്റ് ലോ ഫോർ ഐസോബാറിക് പ്രോസസ് ഈസ് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ. ഇനി പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സ്, ഇതാണ് അഡിയാബാറ്റിക് പ്രോസസ്സ്. ഈ തെർമോഡൈനാമിക് പ്രോസസ്സിൽ സിസ്റ്റത്തിൻ്റെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ 3 വാരിയബിൾസിനും ചേഞ്ച് വരുന്നു. അതേസമയം സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്കോ സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റത്തിലേക്കോ യാതൊരു തരത്തിലുള്ള ഹീറ്റ് എക്സ്ചേഞ്ചും നടക്കുന്നില്ല. വിച്ച് മീൻസ് ക്യൂ ഈക്വൽ ടു 0. ക്യൂ 0 ആണെങ്കിൽ തീർച്ചയായിട്ടും ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0. അപ്പോൾ ഇത്തരം പ്രോസസ്സിനെയാണ് അഡിയാബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മളൊരു തെർമോഡൈനാമിക് സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. മ്യൂ മോൾസ് ഓഫ് ഐഡിയൽ ഗ്യാസ് ടേക്കൺ ഇൻ എ സിലിണ്ടർ. ഈ സിലിണ്ടറും പിസ്റ്റണും ഉണ്ടാക്കിയിരിക്കുന്നത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്കോ സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റത്തിലേക്കോ യാതൊരു തരത്തിലുള്ള ഹീറ്റ് എക്സ്ചേഞ്ചും സാധ്യമാവുന്നില്ല. ഇനി ഈ പിസ്റ്റൺ ഡൗൺവേർഡ് ഡിറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒരു എക്സ്റ്റേണൽ വർക്ക് ടു ബി ഡൺ ഓൺ ദി സിസ്റ്റം. പിസ്റ്റൺ ഡൗൺവേർഡ് ഡിറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് വാരിയബിൾസിന് എന്ത് സംഭവിക്കും? പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, വോളിയം ഡിക്രീസ് ചെയ്യുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് സിസ്റ്റത്തിനെ കംപ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച വർക്ക് ഡൺ കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി. ഈ ഹീറ്റ് എനർജി എന്ത് ചെയ്യും? ഈ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. കറസ്പോണ്ടിങ് ആയിട്ട് ഈ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജിക്ക് എന്ത് സംഭവിക്കും? ഇൻറ്റേർണൽ എനർജി കൂടും. കാരണം ഈ സിസ്റ്റത്തിൽ ഡെവലപ്പ് ചെയ്ത ഹീറ്റ് എനർജിക്ക് സറൗണ്ടിങ്സിലേക്ക് പോകാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻസുലേറ്റിംഗ് വാൾ ഉപയോഗിച്ചിട്ടാണ്. ഈ പ്രോസസ്സാണ് അഡിയാബാറ്റിക് കംപ്രഷൻ. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. പിസ്റ്റൺ അപ്വേർഡ് ഡിറക്ഷനിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ വർക്ക് ഷുഡ് ബി ഡൺ ബൈ ദ സിസ്റ്റം ഓൺ ദി പിസ്റ്റൺ. അപ്പോൾ ഇതിന് വേണ്ട എനർജി എവിടെ നിന്ന് കിട്ടും? സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ യാതൊരു തെർമൽ കോണ്ടാക്റ്റും ഇല്ല. അതുകൊണ്ട് തന്നെ സിസ്റ്റം അതിൻ്റെ ഇൻറ്റേർണൽ എനർജിയുടെ കോസ്റ്റിലാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറലി ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം ഡിക്രീസ് ചെയ്യും. കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും? ടെമ്പറേച്ചറും കുറയും. അപ്പോൾ ഇതാണ് ഒരു അഡിയാബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഈ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ നടത്തുമ്പോൾ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു, വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, ഇൻറ്റേർണൽ എനർജി ഡിക്രീസ് ചെയ്യുന്നു, ടെമ്പറേച്ചർ ഓൾസോ ഡിക്രീസസ്. ഓക്കെ, ഇതേ അഡിയാബാറ്റിക് പ്രോസസ്സ് തന്നെ വേറൊരു രീതിയിലും സാധ്യമാണ്. ഇനിയൊരു സൈക്കിൾ ടയർ പെട്ടെന്ന് പൊട്ടുകയാണെന്ന് വിചാരിക്കും, ബേസ്റ്റ് ഔട്ട് ചെയ്യുന്നു. അതിൽ നിന്ന് ഗ്യാസ് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യുന്നു. വളരെ ഫാസ്റ്റായിട്ട് സഡൻ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പ്രഷറും വോളിയം ടെമ്പറേച്ചറും ഒക്കെ ചേഞ്ച് ചെയ്യുന്നു. ഇത് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ഈ പ്രോസസ്സ് ഒരു അഡിയാബാറ്റിക് പ്രോസസ്സായിട്ട് നമ്മൾ പറയും. കാരണം സിസ്റ്റവും പ്രഷറും വോളിയവും ടെമ്പറേച്ചറും അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫാസ്റ്റ് പ്രോസസ്സിനിടയിൽ സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്കോ സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റത്തിലേക്കോ യാതൊരു രീതിയിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറും നടക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് അഡിയാബാറ്റിക് പ്രോസസ്സാണ്. പക്ഷേ ഇത് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ക്വിക്ക് പ്രോസസ്സാണ്. അഡിയാബാറ്റിക് പ്രോസസ്സ് 2 രീതിയിൽ നടത്താം. ഒന്നുകിൽ ഹീറ്റ് ട്രാൻസ്മിഷനുള്ള സമയമില്ലാത്ത രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് നടത്തുന്ന അഡിയാബാറ്റിക് പ്രോസസ്സാകാം. അല്ലെങ്കിൽ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഇൻസുലേറ്റിംഗ് വാൾ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് എനർജി ട്രാൻസ്ഫർ ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ നടത്തുന്ന പ്രോസസ്സാവാം. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത് പറഞ്ഞ രീതിയിലുള്ള പ്രോസസ്സാണ്. അതാണ് ഒരു ക്വാസി സ്റ്റാറ്റിക് അഡിയാബാറ്റിക് പ്രോസസ്സ്. During an adiabatic process, what happens to its internal energy? We know the relation between internal energy and temperature as delta U equal to Cv into delta T. Here, delta T is not equal to 0, delta U also not equal to 0. During expansion, internal energy decreases. Gas expand ചെയ്യുന്നത് at the cost of the internal energy of the system ആണ്. അതുപോലെ during compression, internal energy increases. കംപ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്ത എക്സ്റ്റേണൽ വർക്ക് ഇസ് കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി ആൻഡ് ദിസ് ഹീറ്റ് എനർജി ഇൻക്രീസസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ആൻഡ് ഓൾസോ ദി ഇൻറ്റേർണൽ എനർജി. ഇതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അഡിയാബാറ്റിക് പ്രോസസ്സിൽ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നമുക്ക് നോക്കാം.
we know that delta Q equal to delta U plus delta W. For an adiabatic process, delta Q equal to 0. So, delta W equal to minus delta U, which means work done by the system equal to negative change in internal energy. അടുത്തതായിട്ട് നമുക്ക് ഇക്വേഷൻ ഫോർ അഡിയാബാറ്റിക് പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസ് ആണ്. ആസ് പെർ അവർ സിലബസ് the equation is given, directly given. Equation is PV raised to gamma is a constant, where gamma is ratio of specific heat capacities, that is Cp divided by Cv. ഐസോതെർമൽ പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ് ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അതെന്തായിരുന്നു? പി വി ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്നായിരുന്നു. അഡിയാബാറ്റിക് പ്രോസസ്സിന് പി വി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഒരു സിസ്റ്റം P1 V1 T1 എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് P2 V2 T2 എന്ന സ്റ്റേറ്റിലേക്ക് അഡിയാബാറ്റിക് പ്രോസസ്സിലൂടെ എത്തിച്ചേരുകയാണെങ്കിൽ ഇനീഷ്യൽ സ്റ്റേറ്റ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? P1 V1 റേസ് ടു ഗാമ അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഫൈനൽ സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റ് ഇക്വേഷൻ എന്തായിരിക്കും? P2 V2 റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ദെൻ വി ക്യാൻ റൈറ്റ് ആസ് P1 V1 റേസ് ടു ഗാമ ഈക്വൽ ടു P2 V2 റേസ് ടു ഗാമ. മറ്റ് പ്രോസസ്സുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അഡിയാബാറ്റിക് പ്രോസസ്സിൽ 3 സ്റ്റേറ്റ് വാരിയബിൾസ് മാറുന്നുണ്ട്: പ്രഷറും, വോളിയം, ടെമ്പറേച്ചറും. ബാക്കി നമ്മൾ പഠിച്ച പ്രോസസ്സുകളിലെല്ലാം ഈ 3 സ്റ്റേറ്റ് വാരിയബിൾസിൽ ഒരെണ്ണം കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ച് ബാക്കി 2 വാരിയബിൾസാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ഇവിടെ 3 സ്റ്റേറ്റ് വാരിയബിൾസിനും മാറ്റം വരാം. അങ്ങനെ ആകുമ്പോൾ ഇത് പ്രഷർ വോളിയത്തിൻ്റെ ടേംസിലുള്ള ഇക്വേഷനാണ് ആകുന്നത്. ഇനി നമുക്ക് ടെമ്പറേച്ചർ വോളിയത്തിൻ്റെ ടേംസിൽ ഈ സെയിം ഇക്വേഷൻ തന്നെ സ്റ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നോക്കുകയാണ്. പി വി ഈക്വൽ ടു മ്യൂ ആർ ടി. ഹിയർ പി ഈക്വൽ ടു മ്യൂ ആർ ടി ഡിവൈഡഡ് ബൈ വി. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് മ്യൂ ആർ ടി ഡിവൈഡഡ് ബൈ വി ഇൻറ്റു വി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇങ്ങനെയാണെങ്കിൽ മ്യൂ ആൻഡ് ആർ കോൺസ്റ്റൻറ്റ്സ്. അപ്പോൾ ടി വി റേസ് ടു ഗാമ ഡിവൈഡഡ് ബൈ വി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് വരുന്നു, വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇവിടെ ഗാമ മൈനസ് 1 എഴുതിയതിന് കാരണം ഗാമ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. അതുകൊണ്ട് ഗാമ മൈനസ് 1 എന്ന് നമ്മൾ എഴുതുന്നതാണ് കൂടുതൽ ഭംഗി. ഇനി അടുത്തതായിട്ട് ടെമ്പറേച്ചറിൻ്റെയും പ്രഷറിൻ്റെയും ടേംസിൽ അഡിയാബാറ്റിക് പ്രോസസ്സിനുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാം. അഗെയിൻ പി വി ഈക്വൽ ടു മ്യൂ ആർ ടി. ഇവിടെ വി ആണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്. വി ഈക്വൽ ടു മ്യൂ ആർ ടി ഡിവൈഡഡ് ബൈ പി. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് പി മ്യൂ ആർ ടി ഡിവൈഡഡ് ബൈ പി ഹോൾ റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. മ്യൂ ആർ കോൺസ്റ്റൻസ് ആണ്, അതായത് മ്യൂ റേസ് ടു ഗാമ, ആർ റേസ് ടു ഗാമ കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറുകയാണ്? പി ടി റേസ് ടു ഗാമ ഡിവൈഡഡ് ബൈ പി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് ടി റേസ് ടു ഗാമ ഡിവൈഡഡ് ബൈ പി റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അഡിയാബാറ്റിക് പ്രോസസ്സിന് 3 സ്റ്റേറ്റ് വാരിയബിൾസിൻ്റെ കോമ്പിനേഷനിലുള്ള ഇക്വേഷൻസാണ് നമ്മളിപ്പോൾ കണ്ടത്. അടുത്തതായിട്ട് അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം നമുക്കൊന്ന് നോക്കാം. ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഫോർ ആൻ അഡിയാബാറ്റിക് പ്രോസസ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് അഡിയാബാറ്റിക് കർവ് ഓർ അഡിയാബാറ്റിക്. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ വരച്ചതുപോലെ തന്നെ പ്രഷർ ഈസ് ടേക്കൺ അലോങ് ദി വൈ ആക്സിസ് ആൻഡ് വോളിയം അലോങ് ദി എക്സ് ആക്സിസ്. ഈ ഗ്രാഫിൻ്റെ ഷേപ്പാണ് നമുക്കറിയേണ്ടത്. ഐസോതെർമൽ പ്രോസസ്സിന് നമ്മൾ കണ്ടു സ്റ്റേറ്റ് ഇക്വേഷൻ പി വി ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആയിരുന്നു, ദാറ്റ് ഈസ് P inversely proportional to V. Adiabatic process's state equation PV raised to gamma equal to a constant. P again inversely proportional to V, but P inversely proportional to V raised to gamma ആണ്. ആ ഒരു ഡിഫറൻസ് ഇവിടെയുണ്ട്. അഡിയാബാറ്റിക് കർവാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഐസോതെർമൽ കർവിനേക്കാളും സ്ലോപ്പ് കൂടുതലാണ് അഡിയാബാറ്റിക് കർവിന്. അപ്പോൾ സ്ലോപ്പ് ഓഫ് അഡിയാബാറ്റിക് കർവ് ഈക്വൽ ടു ഗാമ ടൈംസ് സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ. ഇനി അടുത്തതായിട്ട് ഒരു പി വി ഡയഗ്രാം അവിടെ വരച്ചിട്ടുണ്ട്. അതിൽ 2 കർവുകൾ തന്നിട്ടുണ്ട്. അതിലൊരെണ്ണം ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഫോർ ഐസോതെർമൽ പ്രോസസ്സും രണ്ടാമത്തത് ഇൻഡിക്കേറ്റർ ഡയഗ്രാം ഫോർ അഡിയാബാറ്റിക് പ്രോസസ്സുമാണ്. അപ്പോൾ അതെങ്ങനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യും? അപ്പോൾ അത് പഠിച്ചതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അഡിയാബാറ്റിക് കർവ് ഈസ് സ്റ്റീപ്പർ ദാൻ ഐസോതെർമൽ കർവ്. ആ ബ്ലൂ കളറിലുള്ള കർവാണ് അഡിയാബാറ്റിക്. അപ്പോൾ റെഡ് കളറിൽ കാണുന്നത് എന്തായിരിക്കും? ഐസോതേം ആയിരിക്കും. ചുരുക്കത്തിൽ സ്ലോപ്പ് ഓഫ് അഡിയാബാറ്റിക് ഈക്വൽ ടു ഗാമ ടൈംസ് സ്ലോപ്പ് ഓഫ് ഐസോതെർമലാണ്. ഇനി കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ നിങ്ങൾ ഈ ഗാമയുടെ വാല്യൂസ് പഠിക്കും.
അതായത് മോണോ ആറ്റോമിക് ഗ്യാസിന് ആണ് ഗാമ ഏറ്റവും കൂടുതൽ. അതിനേക്കാൾ കുറവായിരിക്കും ഡയാറ്റോമിക് ഗ്യാസിന്, ഏറ്റവും കുറവായിരിക്കും പോളി അറ്റോമിക് ഗ്യാസസിന്. അപ്പോൾ ഗാമയുടെ വാല്യൂവിനനുസരിച്ച് അഡിയാബാറ്റിക് കർവിൻ്റെ സ്റ്റീപ്നെസ്സും വ്യത്യാസപ്പെടും. ഈ തന്നിരിക്കുന്ന ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ 3 അഡിയാബാറ്റിക് കർവുകളാണ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് ഹീലിയത്തിൻ്റേതാണ്, ഒരെണ്ണം ഹൈഡ്രജൻ്റെയാണ്, ഒന്ന് മീഥേൻ്റെയാണ്. ഇതിൽ നിന്ന് ഏതാണ് ഓരോ ഗ്യാസിൻ്റെയും എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. എങ്ങനെ ചെയ്യാൻ പറ്റും? ഏറ്റവും കൂടുതൽ ഗാമയുള്ള ഗ്യാസിൻ്റെ അഡിയാബാറ്റിക് കർവ് ഏറ്റവും സ്റ്റീപ്പായിരിക്കും. ഏറ്റവും കുറവുള്ളതിന് ഏറ്റവും സ്റ്റീപ്നെസ് കുറയും. നമ്മൾ പറഞ്ഞതനുസരിച്ച് മോണോ ആറ്റോമിക് ഗ്യാസിനാണ് ഏറ്റവും കൂടുതൽ ഗാമയുള്ളത്. അപ്പോൾ ഏറ്റവും സ്റ്റീപ്പായിട്ട് കാണുന്ന ബ്ലൂ കളറിലുള്ള കർവ് ഹീലിയത്തിൻ്റേതായിരിക്കും. പോളി അറ്റോമിക് ഗ്യാസിനാണ് ഏറ്റവും കുറവ് ഗാമയുള്ളത്. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നതിൽ റെഡ് കളറിലുള്ള കർവാണ് മീഥേൻ്റെ, പോളി അറ്റോമിക് ഗ്യാസ് ആയിട്ടുള്ള മീഥേൻ്റെ. ഇനി ഹൈഡ്രജൻ്റെ അതിനിടയിലാണ്, ഡയാറ്റോമിക് ഗ്യാസാണ് ഹൈഡ്രജൻ. അടുത്തതായിട്ട് വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ അഡിയാബാറ്റിക് പ്രോസസ്സ്. മാത്തമാറ്റിക്കലി ഒരു അഡിയാബാറ്റിക് പ്രോസസ്സിൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. നമുക്കറിയാം dW equal to PdV. For a small volume change dV, the work done, small work done dW equal to PdV. So total work done for a volume change from V1 to V2 can be written as integral V1 to V2 PdV. ഇപ്പോൾ ഇവിടെ ഇൻ്റഗ്രലിൻ്റെ dV ആണ്. നമുക്ക് P Vയുടെ ഫംഗ്ഷനായിട്ട് എഴുതണം. For an adiabatic process for ideal gas, our equation is PV raised to gamma equal to a constant. That is P equal to KV raised to minus gamma. അപ്പോൾ ഗാമ നമുക്കറിയാം, it is a ratio of 2 specific heat capacities of the gas. So work done W equal to integral V1 to V2 in the place of P KV raised to minus gamma into dV. K constant ആണ്, ഇൻ്റഗ്രേഷൻ സിമ്പലിന് പുറത്തേക്ക് നമ്മൾ എഴുതുന്നു. So K integral V1 to V2 V raised to minus gamma into dV. And we know that integral x raised to n dx equal to x raised to n plus 1 divided by n plus 1. So K into V raised to minus gamma plus 1 divided by minus gamma plus 1 between the limits V1 to V2. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അതിന് മുൻപ് മൈനസ് ഗാമ പ്ലസ് 1 നമ്മൾ ബ്രാക്കറ്റ് സിമ്പലിനെ വെളിയിലേക്ക് എഴുതുന്നു. അപ്പോൾ 1 മൈനസ് ഗാമ എന്നാണ് എഴുതുന്നത്. സോ അവർ ഇക്വേഷൻ K divided by 1 minus gamma within the bracket on applying the upper limit V2 raised to 1 minus gamma minus applying the lower limit V1 raised to 1 minus gamma, or W adiabatic equal to 1 divided by, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഗാമ ഈസ് ഗ്രേറ്റർ ദാൻ 1, ഗാമ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. സോ ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് മാറ്റം വരും? 1 ഡിവൈഡഡ് ബൈ ഗാമ -1 ഇൻസ്റ്റെഡ് ഓഫ് 1 മൈനസ് ഗാമ, ഗാമ -1 ആയി. ബ്രാക്കറ്റിനകത്ത് -V1 എന്നുള്ളത് പ്ലസും V2 എന്നുള്ളത് മൈനസും ആവും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറാണ്? K ഇൻറ്റു V1 റേസ് ടു 1 മൈനസ് ഗാമ മൈനസ് K ഇൻറ്റു V2 റേസ് ടു 1 മൈനസ് ഗാമ. ബ്രാക്കറ്റിന് വെളിയിലുണ്ടായിരുന്ന K ബ്രാക്കറ്റിനുള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇനി Kക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഫോർ ആൻ അഡിയാബാറ്റിക് പ്രോസസ് ഇനീഷ്യൽ സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് P1 V1 റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ ഫൈനൽ സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് P2 V2 റേസ് ടു ഗാമയാണ്. അപ്പോൾ Kയുടെ പ്ലേസിൽ V1 വരുന്ന ടേം ആണെങ്കിൽ അതിൽ ഇനീഷ്യൽ സ്റ്റേറ്റ് ഇക്വേഷനും V2 വരുന്ന ടേമിനോട് ചേർന്നുള്ള Kയിൽ ഫൈനൽ സ്റ്റേറ്റ് ഇക്വേഷനും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ അവർ ഇക്വേഷൻ ബിക്കംസ് W ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഗാമ -1 ബ്രാക്കറ്റിനകത്ത് P1 V1 റേസ് ടു ഗാമ ഇൻറ്റു V1 റേസ് ടു 1 മൈനസ് ഗാമ മൈനസ് P2 V2 റേസ് ടു ഗാമ ഇൻറ്റു V2 റേസ് ടു 1 മൈനസ് ഗാമ. അപ്പോൾ V1 റേസ് ടു ഗാമ ഇൻറ്റു V1 റേസ് ടു 1 മൈനസ് ഗാമ ഈക്വൽ ടു V1. അതുപോലെ V2 റേസ് ടു ഗാമ ഇൻറ്റു V2 റേസ് ടു 1 മൈനസ് ഗാമ ഈക്വൽ ടു V2. അത് നമ്മളിങ്ങോട്ട് എഴുതുന്നു. സോ W ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഗാമ -1 വിതിൻ ദ ബ്രാക്കറ്റ് P1 V1 മൈനസ് P2 V2. ഇനി നമ്മുടെ സിസ്റ്റം ഐഡിയൽ ഗ്യാസ് ആണ് നമുക്കറിയാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോർ ദ ഇനീഷ്യൽ സ്റ്റേറ്റ്
P1 V1 ഈക്വൽ ടു മ്യൂ ആർ ഇൻറ്റു T1 ആയിരിക്കും. അതുപോലെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോർ ദി ഫൈനൽ സ്റ്റേറ്റ് എന്തായിരിക്കും? P2 V2 ഈക്വൽ ടു മ്യൂ ആർ ഇൻറ്റു T2. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിനകത്തുള്ള P1നും V1നും P2വിനും V2വിനും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. സോ അവർ ഇക്വേഷൻ ബിക്കം W ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു മ്യൂ ആർ T1 മൈനസ് മ്യൂ ആർ T2. മ്യൂ ആർ രണ്ട് ടേമിലും കോമൺ ആണ്, നമ്മളത് പുറത്തേക്ക് എഴുതുന്നു. ദാറ്റ് ഈസ് W അഡിയാബാറ്റിക് ഈക്വൽ ടു മ്യൂ ആർ ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു T1 മൈനസ് T2. ഇതാണ് നമ്മുടെ ഫൈനൽ എക്സ്പ്രഷൻ ഫോർ ദി വർക്ക് ഡൺ ഡ്യൂറിങ് an adiabatic process. That is W equal to mu r divided by gamma minus 1 into T1 minus T2. ഇവിടെ T1 എന്ന് പറയുന്നത് ഇനീഷ്യൽ ടെമ്പറേച്ചറും T2 ഫൈനൽ ടെമ്പറേച്ചറാണ്. If the process is adiabatic expansion, the internal energy of the system falls. അല്ലേ? കാരണം എക്സ്പാൻഷന് വേണ്ട എനർജി കിട്ടുന്നത് സിസ്റ്റത്തിൻ്റെ തന്നെ ഇൻറ്റേർണൽ എനർജിയിൽ നിന്നാണ്. അതുകൊണ്ട് സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കുറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ T2 ലെസ് ദാൻ T1 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷനിൽ T1 മൈനസ് T2 ഈസ് പോസിറ്റീവ്. അപ്പോൾ W എന്ന് പറയുന്നത് പോസിറ്റീവാണ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഗാമ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഡ്യൂറിങ് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ W ഈക്വൽ ടു പോസിറ്റീവ്, വിച്ച് മീൻസ് വർക്ക് ഈസ് ഡൺ ബൈ ദി ഗ്യാസ്. ഓക്കെ, ഇനി തിരിച്ചാണെങ്കിലോ? ദാറ്റ് ഈസ് ഡ്യൂറിങ് അഡിയാബാറ്റിക് കംപ്രഷൻ. കംപ്രസ് ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് എനർജി സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്, വിച്ച് മീൻസ് T2 ഗ്രേറ്റർ ദാൻ T1 ആയിരിക്കും. ദാറ്റ് ഈസ് T1 മൈനസ് T2 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഡൺ ഈസ് നെഗറ്റീവ്. അപ്പോൾ ഡ്യൂറിങ് അഡിയാബാറ്റിക് കംപ്രഷൻ വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം ആൻഡ് ദിസ് വർക്ക് ഡൺ ഈസ് നെഗറ്റീവ്. അടുത്തതായിട്ട് സൈക്ലിക് പ്രോസസ്സുകൾ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ പല കണ്ടീഷനിൽ നടക്കുന്ന തെർമോഡൈനമിക് പ്രോസസ്സുകളാണ് പഠിച്ചത്. ഐസോതെർമൽ പ്രോസസ്സ് പഠിച്ചു, ഐസോബാറിക്, ഐസോകോറിക് ആൻഡ് അഡിയാബാറ്റിക് പ്രോസസ്സുകളാണ് നമ്മൾ കണ്ടത്. ഇനി ഒന്നിലധികം തെർമോഡൈനമിക് പ്രോസസ്സുകളിലൂടെ തിരിച്ച് സിസ്റ്റം അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷനിലേക്ക് വരികയാണെങ്കിൽ അത്തരം പ്രോസസ്സുകളെയാണ് സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ആഫ്റ്റർ എ നമ്പർ ഓഫ് തെർമോഡൈനമിക് പ്രോസസ്സസ് ദ സിസ്റ്റം റിട്ടേൺസ് ടു ഇറ്റ്സ് ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്തായിരിക്കും? തുടക്കത്തിൽ എത്ര ഇൻറ്റേർണൽ എനർജി ഉണ്ടായിരുന്നോ അതേ ഇൻറ്റേർണൽ എനർജിയിലേക്ക് സിസ്റ്റം തിരിച്ചെത്താണ്. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൈക്ലിക് പ്രോസസ്സിനെ സംബന്ധിച്ച്. ഡെൽറ്റ Q ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ W ആണ്. അപ്പോൾ ഫോർ എ സൈക്ലിക് പ്രോസസ് ഡെൽറ്റ U ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ Q എന്തായിട്ട് മാറും? ഡെൽറ്റ Q ഈക്വൽ ടു ഡെൽറ്റ W എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിലേക്ക് ഡെൽറ്റ Q എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം അത് പൂർണ്ണമായും എക്സ്റ്റേണൽ വർക്കിന് വേണ്ടി പ്രയോജനപ്പെടുത്തുകയാണ്. ഒരു തെർമോഡൈനമിക് സിസ്റ്റം ഉപയോഗിച്ച് എക്സ്റ്റേണൽ വർക്ക് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ സൈക്ലിക് പ്രോസസ്സുകളാണ് സാധാരണയായിട്ട് നടത്താറ്. ഒരു സൈക്ലിക് പ്രോസസ്സിൻ്റെ ഇൻഡിക്കേറ്റർ ഡയഗ്രമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതിൽ 4 തെർമോഡൈനമിക് പ്രോസസ്സുകളാണ് നടക്കുന്നത്. A to B വോളിയം ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്, തീർച്ചയായിട്ടും അതൊരു എക്സ്പാൻഷനാണ്. അതുപോലെ B to C അഗെയിൻ വോളിയം ഇൻക്രീസസ്, അത് വീണ്ടും എക്സ്പാൻഷൻ പ്രോസസ്സാണ്. ഇനി C to D വോളിയം ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്, അതൊരു കംപ്രഷൻ പ്രോസസ്സാണ്. വീണ്ടും D to A കംപ്രഷൻ പ്രോസസ്സാണ്. ഈ 4 പ്രോസസ്സുകൾക്ക് ശേഷം സിസ്റ്റം വീണ്ടും A എന്നുള്ള സ്റ്റേറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു സൈക്ലിക് പ്രോസസ്സിന് എക്സാമ്പിളാണ്. അടുത്തായിട്ട് നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തരികയാണ്. ഈ കാണുന്ന ഇൻഡിക്കേറ്റർ ഡയഗ്രാം നിങ്ങളുടെ ബുക്കിൽ കോപ്പി ചെയ്യുക. ദെൻ ഷെയ്ഡ് ദ വർക്ക് ഡൺ ഡ്യൂറിങ് ഈച്ച് പ്രോസസ് ഇൻ ദ ഡയഗ്രാം ആൻഡ് ഫൈൻഡ് ദ ഏരിയ കറസ്പോണ്ടിങ് ടു ദി നെറ്റ് വർക്ക് ഡൺ ഡ്യൂറിങ് ദി സൈക്കിൾ. അപ്പോൾ ഇവിടെ റിസൾട്ടൻ്റായിട്ട് നിങ്ങൾക്ക് എന്താണ്, ഏത് പിക്ചറാണ് കിട്ടിയിരിക്കുന്നതെന്ന് നോക്കുക. അത് നിങ്ങളുടെ ഫിസിക്സ് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കുക, എന്നിട്ട് അത് കറക്റ്റ് ചെയ്യുക. ഇവിടെ 2 വർക്കുകൾ പോസിറ്റീവും 2 നെഗറ്റീവുമാണ്. അപ്പോൾ പോസിറ്റീവ് വർക്കിൽ നിന്ന് നെഗറ്റീവ് വർക്ക് സബ്ട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓവർലാപ്പ് ചെയ്യാത്ത ഷെയ്ഡിംഗ് ഉള്ള പോർഷൻ എന്താണോ അതാണ് ഈ സൈക്ലിക് പ്രോസസ്സിലെ നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതോടുകൂടി തെർമോഡൈനമിക് പ്രോസസ്സ് എന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഈ തെർമോഡൈനമിക് പ്രോസസ്സിൻ്റെ പ്രാക്ടിക്കൽ യൂസ് മനസ്സിലാക്കി തരുന്ന ഹീറ്റ് എൻജിൻ നമുക്ക് പഠിക്കാം. താങ്ക് യു.